കോട്ടയം മണർക്കാട് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്നും കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നതായി പരാതി. കോട്ടയം മങ്ങാടുവയൽ സ്വദേശിയുടെ മകനെയാണ് കഴിഞ്ഞ ദിവസം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 17-ാം തീയതി രാവിലെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് കുഞ്ഞിനെ വൈകുന്നേരം അച്ഛനാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. വൈകുന്നേരം കൊച്ചു വീട്ടിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര ഉറക്കമായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോധരഹിതനായി കിടക്കുന്ന പോലെയായിരുന്നു. വീട്ടിൽ വന്നിട്ടും കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ല. ഞങ്ങളോർത്ത് ക്ഷീണം കാരണം കിടക്കുമായിരിക്കുമെന്ന്. പിന്നെ ഒരു 6:30, 7 ആയിട്ടും കൊച്ചിനെ വിളിക്കാൻ നോക്കിയിട്ട് ഇവന് എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ എഴുന്നേൽക്കാൻ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ സ്കൂളിൽ വിളിച്ച് ടീച്ചറോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയും പറഞ്ഞു കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇവിടെ എക്സ്ട്രാ അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിന് പോയി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിങ്ങനെ ആയിരുന്നു, ഭയങ്കര ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞു പതിവില്ലാതെ. അപ്പോൾ ഞാൻ പിന്നെ അബാക്കസ് പഠിപ്പിക്കുന്ന മിസ്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ മിസ്സും പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലാഞ്ഞു, അവനൊരു ചോക്ലേറ്റ് കഴിച്ചു. ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് അവന് ഭയങ്കര ഉറക്കം വരലായിരുന്നു. ക്ലാസ്സിൽ കിടന്ന് കുറേ കിടന്ന് ഉറങ്ങി. പുള്ളിക്കാരി തന്നെയായിരുന്നു ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മുഖമൊക്കെ കഴിച്ച് കൊടുത്തത്. അതിനുശേഷം പിന്നെ ഉറക്കമായിരുന്നു പറഞ്ഞു. ഞങ്ങൾ പിന്നെ കോട്ടയത്ത് ICH കൊണ്ടുപോയി. ICH കൊണ്ടുവന്നതായിട്ട് തന്നെ കൊച്ചിൻ്റെ സ്റ്റൊമക് ഫ്ലൂയിഡും ബ്ലഡും യൂറിൻ സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് കൊച്ചിന് സ്റ്റൊമക് വാഷും കൊടുത്തു. അന്ന് കൊച്ചിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ സ്കൂളിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഞങ്ങൾക്ക് ആ ചോക്ലേറ്റിൻ്റെ കവർ അയച്ചു തന്നു. ഈ മിഠായിയാണ് കുഞ്ഞ് കഴിച്ചതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ മാറ്റമൊന്നും ഇല്ലാഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബുധനാഴ്ച കുഞ്ഞിനെയായിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. അവിടെയും കൊണ്ടുവരുന്ന കൊച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൊച്ചിന് ഹൈപ്പർ ടെൻഷനായിരുന്നു, BP ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഇവിടെ അമൃതയിലും 3 ദിവസം ICUയിൽ അഡ്മിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഡോക്ടർ വന്നിട്ട് ഫോറൻസിക് ടെസ്റ്റിന് അയക്കാൻ വേണ്ടിയിട്ട് ഈ മിഠായിയുടെ കവർ വന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാനത് ആ സ്കൂൾ പ്രിൻസിപ്പാളിനെ വിളിച്ച് കവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരത് സൂക്ഷിച്ച് വെച്ചിട്ടില്ല, നമുക്കത് വെക്കേണ്ട കാര്യമില്ലായിരുന്നു, കാരണം അവരത് കളഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നും ICUന്ന് മാറ്റിയെന്നൊക്കെ പറയാൻ ഞാൻ കുറേ തവണ അവരെ ട്രൈ ചെയ്തു. അവർ വിളിച്ചിട്ടൊന്നും ഒരു ഫോൺ എടുത്തില്ല. ശരി, വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇത്തരത്തിൽ എങ്ങനെയാണ് സ്കൂളിൽ നിന്നും കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം ഉണ്ടായത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത് കുട്ടിയുടെ മാതാവ് പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ 17-ാം തീയതിയാണ് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഉടൻ തന്നെ കുട്ടിയെ വടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അന്ന ദിവസം കുട്ടി ചോക്ലേറ്റ് കഴിച്ചിരുന്നു. ഈ 17-ാം തീയതി എന്ന് പറയുന്ന ദിവസം കുട്ടി ചോക്ലേറ്റ് കഴിച്ചിരുന്നതായി സ്കൂൾ അധികാരികൾ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കുട്ടിയുടെ രക്തസമ്മർദ്ദം കൂടി 4 വയസ്സുകാരൻ അബോധാവസ്ഥയിലാവുന്നു. പിന്നാലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുന്നു. അവിടെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് കുട്ടിയുടെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഉറക്കമില്ലായ്മയ്ക്ക് നൽകുന്ന മരുന്നാണ്. കൂടെയാണല്ലോ സനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാസപരിശോധനയിലൂടെയാണ് ഇത്തരത്തിലൊരു ലഹരിയുടെ അംശമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉറക്കമില്ലായ്മയ്ക്ക് നൽകുന്ന മരുന്നാണ് കുട്ടിയുടെ ഉള്ളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വിദഗ്ധമായ പരിശോധനയിലൂടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചിലർ ലഹരിയായും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ചോക്ലേറ്റിൽ നിന്ന് തന്നെയാണോ കുട്ടിയുടെ ശരീരത്തിൽ ലഹരി എത്തിയത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഈ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കുട്ടിക്ക് സ്കൂളിൽ നിന്നും ചോക്ലേറ്റ് നൽകിയിട്ടില്ല എന്ന് സ്കൂൾ അധികാരികൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ കുട്ടി കഴിച്ച ചോക്ലേറ്റിൽ ഇത്തരത്തിൽ ലഹരി ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരിയുടെ സത്ത ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഗൗരവമുള്ള ഒരു വിഷയമായി മാറുകയാണ് ഈ പ്രശ്നം. ശരി, വ്യക്തമാണ്. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.